സന്തോഷമായി മോളെ, അപ്പന് സന്തോഷമായി. ജീവൻ പണയം വെച്ച് കടലിൽ പോയി തിരികെ വരുമ്പോ ഈ അപ്പന് എന്നെ മോള് തന്ന സമ്മാനം അപ്പന് സന്തോഷമായി, പെരുത്ത് സന്തോഷമായി. പക്ഷേ അതിനൊക്കെ ഒരുപാട് കാശാകത്തില്ലേ? നമ്മളെ കൊണ്ട് അതിന് പറ്റുമോ അപ്പ? അതിനെ ഓർത്ത് എന്റെ മക്കൾ വിഷമിക്കണ്ട, അതെല്ലാം ദൈവം ഒരുക്കും. അപ്പനൊരു ലോണിന്റെ കാര്യമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാം ശരിയാവും. ദൈവം നമ്മളെ കൈവിടും. ആ പഴയ കരോളസിന്റെ രസീതി എടുത്തേ. അല്ല മന്ത്രോ, എന്താ വിശേഷിച്ച്? സാറേ, എന്റെ മോൾക്ക് പഠനത്തിന്റെ കാര്യം, ലോണിന്റെ കാര്യം പറഞ്ഞിരുന്നു, അതിന്റെ ആവശ്യത്തിന് വന്നതാ. അത്രേ ഉള്ളോ? ഇങ്ങെടുക്ക നോക്കട്ടെ. മന്ത്രോ, അതിന് ഈ ഭൂമി നിങ്ങളുടേതല്ല. ജനിച്ച നാൾ മുതൽ ഇവിടെ താമസിക്കുന്ന എനിക്ക് ഇതെന്റെ ഭൂമി അല്ലെന്നോ? വഖഫാണെന്നോ? ഈ സ്ഥലത്തിന്റെ ആധാരം, കരമടച്ച രസീതി, എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. പിന്നെ ഇതെന്റെ സ്ഥലമെന്ന് എങ്ങനെ പറയും? അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽക്കേ ഞങ്ങൾ എവിടെയാണ്? ഈ സ്ഥലം ഞങ്ങളുടെ സ്ഥലം എങ്ങനെ പറയാനാകും? ദൈവമേ, കടലിനോടും തീരങ്ങളോടും തീരത്തോടും കൂട്ടുകൂടി നടക്കുന്ന പാവങ്ങളല്ലേ ഞങ്ങൾ. ഞങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുക. ആ വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അതറിയണമെങ്കിൽ എറണാകുളത്തേക്ക് വാ, ചിറായിലേക്ക് വാ, മുനമ്പം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് വാ. 1902 എന്നാ 1902 തിരുവിതാംകൂർ ആയില്യ മഹാരാജാവ് 4404 ഏക്കർ സ്ഥലം സർദാർ സൈറ്റുവിന് പാട്ടം കൊടുത്തു. അത്രേ. പാട്ടത്തിന് കൊടുത്തു. അത് പിന്നീട് സിദ്ദിഖ് സേട്ടുവിനും ഒടുവിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിനും കിട്ടിയത്രേ. ആ സ്ഥലമാണ് ചോര നീരാക്കി ഒഴുകിയ കാശ് കൊടുത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ വാങ്ങിയത്. ആ സ്ഥലം ഞങ്ങളുടേതല്ലെന്നോ? വഖഫിന്റെ ആണ് പോലും.